തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ആളുകൾ കരയുന്ന വിധം കൊണ്ട് നമുക്കറിയാം അവർക്ക് പ്രത്യാശയുണ്ടോ ഇല്ലയോ എന്ന്. വിശ്വാസികൾ കരയും, അവർക്ക് ദുഃഖമുണ്ടാകും, അതിന് യാതൊരു കുഴപ്പവുമില്ല. ഇല്ലാത്ത ദുഃഖമുണ്ടെന്ന് അഭിനയിക്കുന്നതും ഉള്ള ദുഃഖം ഇല്ലാത്തതായി കാണിക്കുന്നതും ശരിയല്ല എന്ന് മാത്രം. ജീവസന്ദേശത്തിൻ്റെ പ്രേക്ഷകർക്ക് ഞങ്ങളുടെ സ്നേഹവന്ദനം. നാം മരിച്ചാൽ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളതിന് എന്താണ് തെളിവ്? യേശു ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യഫലമായി ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഉറപ്പ്. പൗലോസ് പറഞ്ഞത് ശ്രദ്ധിക്കുക. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ദൃക്സാക്ഷികളായി തീർന്ന അപ്പോസ്തലർ ആത്മശക്തിയോടെ അതിൻ്റെ സാക്ഷികളായി തീർന്നു. 1 തെസ്സലോനിക്കർ 4 അധ്യായം 14 വാക്യം മുതൽ 5 അധ്യായത്തിൻ്റെ 3 വാക്യം വരെയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. നമ്മുടെ ഭൗതിക ശരീരം മരിക്കുന്നതിന് നിദ്ര കൊള്ളുന്നതായി ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതിനുള്ള കാരണങ്ങളാകുന്നുവല്ലോ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്നാമതായി, ഉറങ്ങുന്ന ഒരാൾ എന്നേക്കുമായി ഇല്ലാതാകുന്നില്ല. ആ വ്യക്തി ഉണരുന്ന ഒരു സമയം വരുന്നു, ഒരു പുതിയ ദിവസത്തിൻ്റെ ബോധത്തോടെ ഉണരുവാൻ പോകുന്നു എന്നതാണ്. രണ്ടാമതായി നാം കണ്ടത്, നിദ്ര എന്നത് ശരീരത്തെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. മൂന്നാമതായി, പുനരുത്ഥാനം ചെയ്യും അഥവാ പൊടിയിൽ നിന്നും എഴുന്നേൽക്കും എന്ന് പറയുമ്പോൾ അത് ശരീരത്തെ കാണിക്കുന്നതാണല്ലോ. ആത്മാവിനെ എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയില്ലല്ലോ. ശരീരം എന്നത് ബലഹീനമായ ഒരു കൂടാരം മാത്രമാണ്. മരണത്തിൽ അത് താൽക്കാലികമായി മാറ്റിവെക്കുന്നു. ഒരു മഹാനായ വ്യക്തി വളരെ പ്രായം ചെന്നിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹിതൻ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു. അതിന് ആ മഹാൻ പറഞ്ഞ മറുപടി, തനിക്ക് സുഖമാണെന്നും താൻ പാർക്കുന്ന വീട് ഇടിഞ്ഞു പൊളിയുന്നു, കേടുപാട് പോക്കുവാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് എന്നുമായിരുന്നു. അതെ, നാം ഓരോരുത്തരും പാർക്കുന്ന നമ്മുടെ ഈ ശരീരം, ഈ വീട് ഈ പറഞ്ഞതുപോലെ ഒന്നാകുന്നു. അത് ക്ഷയിച്ചുകൊണ്ടേയിരിക്കും. പ്രായം കൂടുന്തോറും വേദനകൾ കൂടും, ഞരക്കം കൂടും. അങ്ങനെ ഈ കൂടാരം പൊളിഞ്ഞു പോകും. ഈ പഴകിയ ശരീരങ്ങൾ ശവക്കുഴിയിൽ വയ്ക്കുവാൻ പോവുകയാണ്. അവിടെ അവ ഉറങ്ങുന്നതായിരിക്കും. ആത്മാവ് കർത്താവിനോട് കൂടെ ആയിരിക്കുന്നതാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം 5 അധ്യായത്തിൻ്റെ 6, 7 വാക്യങ്ങളിൽ പൗലോസ് അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അവിടെ അവൻ പറഞ്ഞു, ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന് പരദേശികളായിരിക്കുന്നു എന്നറിയുന്നു. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ നാം ഈ ശരീരത്തിൽ വീട്ടിലാണ്, ഇവിടെയാണ് നാം ജീവിക്കുന്നത്. മനുഷ്യർ വാസ്തവത്തിൽ നമ്മെ കാണുന്നില്ല. നാം നമ്മുടെ ശരീരത്തിൽ മറഞ്ഞിരിക്കുകയാണ്. സാധാരണ ഞാൻ എവിടെങ്കിലുമൊക്കെ കൺവെൻഷനോ മറ്റ് യോഗങ്ങൾക്കോ ഒക്കെ പോകുമ്പോൾ ആളുകൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ഞങ്ങൾ എന്നും പ്രസംഗം കേൾക്കുന്നുണ്ട്, ആൾ എങ്ങനെ ഉണ്ട് എന്ന് നേരിട്ടൊന്ന് കാണുവാൻ വന്നതാകുന്നു എന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഓഫീസിലും ആളുകൾ വരാറുണ്ട്. അവരോടൊക്കെ പറയുവാൻ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്തെന്നാൽ, നിങ്ങൾ വാസ്തവത്തിൽ എന്നെ കണ്ടില്ല. നിങ്ങൾ ആകെ കാണുന്നത് ഒരു തലയും 2 കൈകളുമൊക്കെ മാത്രമാണ്. നിങ്ങൾ എന്നെ കാണുന്നില്ല. ഞാൻ ഈ ശരീരത്തിനുള്ളിലാകുന്നു വസിക്കുന്നത്. ഞാൻ പാർക്കുന്ന ഈ വീട് റിപ്പയർ ചെയ്ത് ശരിയാക്കാവുന്നത് പോലെ അല്ല. എന്നാൽ ഈ ഭൂമിയിൽ നടക്കുന്ന അത്രയും ഞാൻ ഈ കൂടാരത്തിൽ പാർക്കേണ്ടതുണ്ട്. വിശുദ്ധ പൗലോസ് തുടർന്ന് പറയുന്നത് കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം 5 അധ്യായത്തിൻ്റെ 8 വാക്യത്തിൽ, ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു.
അതിനേക്കാൾ മനോഹരമായി എന്തെങ്കിലും ചിന്തിക്കുവാൻ എനിക്ക് കഴിയുകയില്ല. എത്ര വലിയൊരു പ്രത്യാശയാണ് നമുക്കുള്ളത്. ഞാൻ മരിക്കുമ്പോൾ അഥവാ നിങ്ങൾ എൻ്റെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് വന്നാൽ ഞാൻ ഉറങ്ങുന്നത് പോലെ കിടക്കുന്നു എന്ന് നിങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയ സുഹൃത്തെ, ഞാൻ അവിടെങ്ങും കാണില്ല. പിന്നെങ്ങനെയാണ് ഉറങ്ങുന്നത്? ഞാൻ കളഞ്ഞേച്ചു പോയ കൂടാരത്തെ മാത്രമാണ് നിങ്ങൾ കാണുന്നത്. അത് എൻ്റെ പഴയ വീടാണ്. അതിനെ ഉറക്കിയിട്ടിരിക്കുകയാണ്. ഞാൻ കർത്താവിനോട് കൂടെ ആയിരിക്കും. പുനരുത്ഥാനത്തിൽ നമ്മുടെ ശരീരങ്ങൾ ഉയർക്കും. ശരീരത്തിൻ്റെ മരണത്തെ ഒരു ഉറക്കമായി പറഞ്ഞിരിക്കുന്ന മറ്റൊരു എഴുത്തുകാരൻ ദാനിയേലാകുന്നു. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും, ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ഉണരും. പൊടിയിലേക്ക് തിരികെ ചേരും. അത് ശരീരമാകുന്നു. എന്നാൽ ആത്മാവ് അതിനെ അയച്ച് ദൈവത്തിങ്കലേക്ക് തിരികെ പോകും. ഒരു ക്രിസ്തു വിശ്വാസി മരിക്കുമ്പോൾ ശരീരം ഉറങ്ങുന്നു. ഒരു ദിവസം കർത്താവ് വരുമ്പോൾ ശരീരം ഉയർക്കും. എത്ര മഹത്തായ ഒരു പ്രത്യാശയാണ് നമുക്കുള്ളതല്ലേ. 4-മതായി ഭൗതിക ശരീരം മരിക്കുന്നതിന് നിദ്ര കൊള്ളുന്നതായി ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതിനുള്ള കാരണം, മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന സ്ഥലത്തിന് ആദിമസഭ നൽകിയ പേര് തന്നെയാണ്. അത് വളരെ ശ്രദ്ധേയമാണ്. കൊയ്മേറ്റേറിയോൺ. അതിൻ്റെ അർത്ഥം വഴിപോക്കർക്ക് വിശ്രമിക്കുവാനുള്ള സ്ഥലം അഥവാ ഉറങ്ങുവാനുള്ള ഇടം എന്നത്രേ. ഈ പദത്തിൽ നിന്നുമാകുന്നു നമ്മുടെ സെമിത്തേരി എന്ന പദമുണ്ടായിട്ടുള്ളത്. പണ്ടുകാലത്ത് സത്രങ്ങൾക്കും ഹോട്ടലുകൾക്കും മറ്റും ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരുന്ന പദമായിരുന്നു ഈ പറഞ്ഞ കൊയ്മേറ്റേറിയോൺ. ഒരു രാത്രി ഉറങ്ങുവാനായി ഉപയോഗിക്കുന്ന സ്ഥലം. അടുത്ത ദിവസം പ്രഭാതത്തിൽ ഉണർന്ന് നമ്മുടെ വഴിക്ക് പോകുവാനുള്ള പ്രതീക്ഷയോടെ തിരഞ്ഞെടുക്കുന്ന ഒരിടം, അത്രമാത്രം. ക്രിസ്തുവിശ്വാസികളായ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മൃതശരീരം സംസ്കരിക്കുന്ന സ്ഥലം അങ്ങനെ ഒന്നാകും. നിങ്ങളുടെ ഒരു സുഹൃത്ത് ഒരു ഹോട്ടലിൽ രാത്രി ഉറങ്ങുവാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇരുന്ന് കരയുമോ? നിങ്ങൾ അവനോടൊപ്പം സന്തോഷിക്കുമില്ലേ? ഉയർത്തെഴുന്നേൽക്കുന്നത് വരെ ഒരു ക്രിസ്തു വിശ്വാസി ഒരു ഹോട്ടലിൽ ഉറങ്ങുവാൻ പോകുന്നത് പോലെയാകുന്നു. ഒരു ദിവസം ക്രിസ്തു വരും. അപ്പോൾ ഈ പറഞ്ഞ വ്യക്തിയുടെ ശരീരം ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനോട് ചേരും. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം ചിന്തിക്കുവാൻ എടുത്തപ്പോഴാണല്ലോ നാം ശരീരം ഉറങ്ങുന്നതിനെക്കുറിച്ച് പറഞ്ഞത്. നമുക്കിനിയും 13-ാം വാക്യം തന്നെ ഒന്ന് പഠിക്കാം. അവിടെ നാം വായിക്കുന്നത്, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന്. വിജാതീയ ലോകത്തിന് യാതൊരു പ്രത്യാശയും ഇല്ലായിരുന്നു. അതുകൊണ്ട് അവർക്ക് മരണം എന്നത് ഭയാനകമായൊരു യാഥാർത്ഥ്യമായിരുന്നു. സകലവും കളഞ്ഞേച്ചു പോകേണ്ടി വരുന്ന ഭയാനകത്വം. പിന്നീട് ഒരിക്കലും ഒന്നും തിരിച്ച് കിട്ടാത്ത നിരാശാജനകമായ അവസ്ഥ. തെസ്സലോനിക്കയിൽ അവർ കണ്ട ഒരു ശ്ലോകം ഇപ്രകാരമായിരുന്നു: മരണത്തിന് ശേഷം ഉണരുകയില്ല, ശവക്കുഴിക്ക് ശേഷം വീണ്ടും കാണില്ല എന്ന്. ഗ്രീക്ക് കവിയായിരുന്ന തെയോക്രട്ടീസ് ഇപ്രകാരം എഴുതി, പ്രത്യാശ എന്നുള്ളത് ജീവനുള്ളവരുടെ ഇടയിലാണ്, മരിച്ചവർക്ക് യാതൊരു ആശയ്ക്കും വഴിയില്ല എന്ന്. അതായിരുന്നു പ്രാചീന ലോകത്തിൻ്റെ വിശ്വാസം. മരണത്തിനപ്പുറം ഒന്നുമില്ല. അത് വളരെ നിരാശാജനകമായി തോന്നുന്നില്ലേ? ക്രിസ്തു വിശ്വാസികൾ ജാതികളെപ്പോലെ ദുഃഖിക്കരുത്. അനേക ശവസംസ്കാരങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ആരും പറയാതെ തന്നെ ഒരു ക്രിസ്തീയ കുടുംബത്തെ ആ രംഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വിശ്വാസികളുടെ ഭവനങ്ങളിലെ പ്രത്യാശ എടുത്തു പറയേണ്ടത് തന്നെയാണ്. പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ആളുകൾ കരയുന്ന വിധം കൊണ്ട് നമുക്കറിയാം അവർക്ക് പ്രത്യാശ ഉണ്ടോ ഇല്ലയോ എന്ന്. വിശ്വാസികൾ കരയും, അവർക്ക് ദുഃഖമുണ്ടാകും, അതിന് യാതൊരു കുഴപ്പവുമില്ല. ഇല്ലാത്ത ദുഃഖം ഉണ്ടെന്ന് അഭിനയിക്കുന്നതും ഉള്ള ദുഃഖം ഇല്ലാത്തതായി കാണിക്കുന്നതും ശരിയല്ല എന്ന് മാത്രം. ചില ആളുകൾ തങ്ങൾക്ക് ഭയങ്കര പ്രത്യാശയായതിനാൽ ഒട്ടും ദുഃഖമില്ലെന്ന് കാണിക്കുവാൻ ശ്രമിച്ച് നാണം കെട്ടത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ വിശ്വാസികൾ കരയരുതെന്ന് പൗലോസ് ഒരിക്കലും പറഞ്ഞിട്ടില്ല. പൗലോസ് പറയുന്നത് പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ നാം ദുഃഖിക്കരുത് എന്നാണ്. ഒരു ദൈവവൈതലിന് തൻ്റെ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖമുണ്ട്, ഉണ്ടാകും.
എന്നാൽ അവനൊരു പ്രത്യാശയുണ്ട്. അതെ, ഒരു ദൈവപൈതലിന് മാത്രമേ ഈ ലോകത്തിൽ പ്രത്യാശയുള്ളൂ. ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല എന്ന വലിയ പ്രത്യാശ. നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിയാമെങ്കിൽ മാത്രമേ ദുഃഖം അതിര് കടക്കാതെ ഇരിക്കൂ. ഇതെന്താകുന്നു എന്നാണ് പൗലോസ് തുടർന്ന് പറയുന്നത്. 14 വാക്യം നാം വായിക്കുവാൻ പോകുകയാണ്. 14 വാക്യത്തിൽ നാം കാണുന്നത് 4 അധ്യായത്തിൻ്റെ 14 വാക്യം. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് പൗലോസ് പറയുന്നത് ശ്രദ്ധിച്ചോ? യേശു ഉറങ്ങി എന്നല്ല പറഞ്ഞിരിക്കുന്നത്. യേശു മരിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ മരിച്ചു. ഇതെത്ര കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. തിരുവചനത്തിൽ 3 പ്രകാരത്തിലുള്ള മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത് ശാരീരിക മരണം. അത് ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപെടുന്നതാണ്. നാം സാധാരണ മരണം എന്ന് പറയുന്നത് അതാകുന്നു. ആദാം പാപം ചെയ്തു കഴിഞ്ഞ് 930 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ശാരീരികമായി മരിച്ചത്. രണ്ടാമത്തെ മരണം ആത്മീക മരണമാണ്. പൗലോസ് പറയുന്നത് ജഡത്തിൻ്റെ ചിന്ത മരണമാകുന്നു എന്ന്. അത് ദൈവത്തിൽ നിന്നുള്ള വേർപാടാണ്. ദൈവം വിലക്കിയ കനി ഭക്ഷിക്കുന്ന നാളിൽ മനുഷ്യൻ മരിക്കുമെന്ന് ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവം മനുഷ്യനോട് കൽപ്പിച്ച ആ മരണം ഇതത്രേ. മനുഷ്യൻ ദൈവത്തിങ്കിൽ നിന്നും വേർപെട്ടവനായി, സെപ്പറേറ്റഡ്. ആദാം ദൈവത്തിൽ നിന്ന് ഒളിക്കുന്നു. ദൈവം വെയിലാറിയപ്പോൾ തോട്ടത്തിലേക്ക് വന്നപ്പോൾ ആദാം തോട്ടത്തിൽ നിന്നും ഓടി, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഓടി മറയുന്നു. ഇപ്പോൾ അവർ തമ്മിൽ ഒരു അകൽച്ച, ഒരു വേർപാടുണ്ട്. ആദാം ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച ദിവസം അവൻ മരിച്ചു. ഒരു ആത്മീക മരണമാണത്. ഈ ആത്മീക മരണത്തെക്കുറിച്ചാണ് പൗലോസ് എഫേസ് ലേഖനം 2 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ പറയുന്നത്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അതെ, പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്ന മനുഷ്യൻ ആത്മീകമായി മരിച്ച അവസ്ഥയിലാണ്. ഇനി 3ാമത്തെ മരണം നിത്യമായ മരണമാകും. അത് ദൈവത്തിൽ നിന്നുള്ള നിത്യമായ വേർപാടാണ്. ഇതത്രേ വെളിപ്പാട് പുസ്തകം 20 അധ്യായത്തിൻ്റെ 14 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന 2ാമത്തെ മരണം. ഇനി നാം 15 വാക്യത്തിലേക്ക് വരികയാണ്. 1 തെസ്സലോനിക്കർ 4 അധ്യായത്തിൻ്റെ 15. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവിൻ്റെ വചനത്താൽ എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ പൗലോസ് അവരുടെ ചോദ്യങ്ങൾക്ക് ദൈവത്തിൽ നിന്നുള്ള മറുപടിയാണ് കൊടുക്കുന്നതെന്നുള്ള ഉറപ്പ് നൽകുകയാണ്. ആ സഭയിലെ വിശ്വാസികൾ തങ്ങളുടെ ഇടയിലെ പ്രിയപ്പെട്ടവർ കർത്താവിൻ്റെ മധ്യാകാശത്തിലെ വരവിന് മുമ്പ് മരിച്ചുപോയി എന്ന കാരണത്താൽ ഭാരപ്പെട്ടിരിക്കുകയായിരുന്നു. ക്രിസ്തുവിൽ മരിച്ചവർക്ക് സഭയെടുക്കപ്പെടുന്ന ക്രിസ്തുവിൻ്റെ മധ്യാകാശ വരവിങ്കൽ പങ്കുണ്ട് എന്നാണ് പൗലോസ് അവരെ അറിയിക്കുന്നത്. ഇവിടെ നാം വായിച്ച് കർത്താവിൻ്റെ വരവ് വരെ, പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല. വാസ്തവത്തിൽ മരിച്ചവർ ജീവിച്ചിരിക്കുന്നവർക്ക് മുമ്പ് പോകുന്നതാണ്. ഇതൊക്കെ നൊടിയിടയിൽ സംഭവിക്കുന്നു എന്ന് ഓർക്കണം. നമ്മുടെ പ്രത്യാശ എത്ര വലുതാണെന്ന് ഓർക്കണം. 16 വാക്യത്തിൽ നാം വായിക്കുന്നത്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. കർത്താവ് താൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം അവൻ ദൂതന്മാരെ അയക്കുകയല്ല ചെയ്യുന്നത്. കർത്താവ് തൻ്റെ രാജ്യം സ്ഥാപിക്കുവാനായി ഭൂമിയിലേക്ക് വരുമ്പോൾ അവൻ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ചേർക്കുവാനായി ദൂതന്മാരെ ഭൂമിയുടെ 4 കോണുകളിലേക്കും അയക്കും. ഇസ്രായേല്യരും ജാതികളുമായ ഒരു വലിയ കൂട്ടം അവൻ്റെ രാജ്യത്തിൽ അന്ന് പ്രവേശിക്കും. എന്നാൽ സഭ മധ്യാകാശത്തിൽ ചേർക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് ദൂതന്മാരുടെ ശുശ്രൂഷ ഒന്നുമില്ല. ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് ദൂതന്മാർ അറിയിച്ചു. എന്നാൽ എങ്ങനെയാണ് അവനെക്കുറിച്ച് അറിയിച്ചത്? ദാവീദിൻ്റെ പുത്രനായി ഒരു പുതിയ രാജാവായി, അതെ, അവനെ ഒരു രാജാവായിട്ടാണ് അറിയിച്ചത്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയാണെന്നത്ര വിദ്വാൻമാർ ഹെരോദാവിനോട് ചോദിച്ചത്.
ഇതിന് വിപരീതമായി പെന്തക്കോസ്ത് നാളിൽ സഭ സ്ഥാപിതമായപ്പോൾ അവിടെ ദൂതന്മാർ ആരുമില്ലായിരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ ഇറങ്ങി വന്നു. തൻ്റെ സഭയെ ഭൂമിയിൽ നിന്നും എടുക്കുമ്പോൾ കർത്താവ് തന്നെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരും. ദൂതന്മാരാരും അപ്പോൾ അവിടെ ഉണ്ടാകുകയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇസ്രായേലുമായുള്ള ബന്ധത്തിലാണ് ദൂതന്മാരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, സഭയുമായുള്ള ബന്ധത്തിലല്ല. അവൻ ഗംഭീരനാദത്തോടെയാണ് സ്വർഗത്തിൽ നിന്നും ഇറങ്ങുന്നത്. അത് ആജ്ഞയുടെ ശബ്ദമാണ്. അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ലാസറിൻ്റെ കല്ലറിക്കൽ നിന്ന് ലാസറേ പുറത്തു വരിക എന്നുറക്കെ വിളിച്ചു പറഞ്ഞ അതേ ശബ്ദമാണ് ആ മധ്യാകാശത്തിലെ വരവെങ്കിലും ഉണ്ടാകുന്നത്. പിന്നെ പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും എന്ന് നാം വായിച്ചു. നേരത്തെ ഞാൻ പറഞ്ഞ ചില പ്രസ്താവനകളുടെ വെളിച്ചത്തിൽ എന്നോട് അങ്ങനെ പിണങ്ങിയിരിക്കുന്ന ചിലരുണ്ടാകും. ഇതെന്താ പറഞ്ഞിരിക്കുന്നത്, പ്രധാന ദൂതൻ്റെ ശബ്ദം? എന്നാൽ ഞാൻ പറയട്ടെ, കർത്താവ് സഭയെ ചേർക്കുവാൻ വരുന്നതുമായി ബന്ധപ്പെട്ട് ദൂതന്മാരുടെ പ്രവർത്തനം ഒന്നുമില്ല എന്ന് ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ. അപ്പോൾ തന്നെ ഈ പ്രധാന ദൂതൻ്റെ ശബ്ദം എന്താകുന്നു എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നെനിക്കറിയാം. എന്നാൽ ഈ പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ ശബ്ദം തന്നെയാണ്. പ്രധാന ദൂതൻ്റെ ശബ്ദം പോലെയുള്ള ശബ്ദം എന്ന് പറഞ്ഞാൽ അവൻ്റെ ശബ്ദത്തിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഗുണമാകുന്നു ഇവിടെ കാണിക്കുന്നത്. ആ ശബ്ദത്തിലെ അധികാരം, പ്രഭാവം, രാജകീയത്വം, അതെ, ദൈവപുത്രൻ്റെ ശബ്ദം സകലത്തെയും നടുക്കുന്നതാണ്. പിന്നെ പറയുന്നു ദൈവത്തിൻ്റെ കാഹളത്തോടും. അവൻ്റെ വരവെങ്കിൽ കാഹളങ്ങൾ ഉണ്ടായിരിക്കുമെന്നാണോ ഇവിടുത്തെ അർത്ഥം? അല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് കാഹളം പോലുള്ള അവൻ്റെ ശബ്ദമാണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ചിലർ ചിന്തിച്ചേക്കാം ഞാൻ അതിര് കടന്ന് ഊഹിക്കുന്നു എന്ന്. എന്തിനാണ് ഊഹിക്കുന്നത്? നമുക്കങ്ങ് ഉറപ്പാക്കി കളയാം. പത്മോസ് ദ്വീപിൽ നാട് കടത്തപ്പെട്ട് കഴിഞ്ഞിരുന്ന യോഹന്നാൻ അപ്പോസ്തലൻ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങളിൽ ഇപ്രകാരം എഴുതി: കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി, ആത്മാവിലായി, കാഹളതുല്യമായ ഒരു മഹാശബ്ദം എൻ്റെ പിന്നിൽ ഞാൻ കേട്ടു. അതാരാകുന്നു എന്ന് കാണുവാൻ യോഹന്നാൻ തിരിഞ്ഞു നോക്കി. അവൻ കണ്ടത് തേജസ്കരിക്കപ്പെട്ടവനായ യേശു കർത്താവിനെയാണ്. കാഹളതുല്യമായ ശബ്ദം തേജസ്കരിക്കപ്പെട്ടവനായ ക്രിസ്തുവിൻ്റേതായിരുന്നു. ഗബ്രിയേൽ തൻ്റെ കയ്യിൽ ഒരു കൊമ്പും പിടിച്ചിരിക്കുന്നു എന്നോ ഒരു കാഹളം ഊതുന്നു എന്നോ ഒക്കെയുള്ള തെറ്റിദ്ധാരണകൾ കളയേണ്ട കാലം പണ്ടേ കഴിഞ്ഞു. ഗബ്രിയേലിനൊരു കാഹളം ഉണ്ടെന്ന് പോലും ഞാൻ കരുതുന്നില്ല. അഥവാ അവൻ അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അവനത് ഊതേണ്ട കാര്യമൊന്നും ഇവിടെയില്ല. കർത്താവിന് ഈ കാര്യത്തിൽ ഗബ്രിയേലിൻ്റെ ആവശ്യമേ ഇല്ല. ലാസറിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിക്കുവാൻ ഗബ്രിയേൽ വന്ന് തന്നെ സഹായിക്കണമെന്ന് കർത്താവ് ചോദിച്ചില്ലല്ലോ. അങ്ങനെ കർത്താവ് പറയുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. മണ്ടത്തരം, മഹാമണ്ടത്തരമല്ലേ? ഈ കാര്യത്തിൽ കർത്താവിന് ആരുടെയും സഹായം ആവശ്യമില്ല. അവൻ തൻ്റെ സഭയെ വിളിക്കുമ്പോൾ അവരുടെ ശരീരങ്ങൾ ശവക്കുഴികളിൽ നിന്നും പുറത്തു വരും. 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും. ഇവിടെ വീണ്ടും പറയുന്നത് ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കുമെന്നത്രേ. എടുക്കപ്പെടും എന്ന് വീണ്ടും പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. പെട്ടെന്ന് എടുക്കപ്പെടുക, തട്ടിയെടുക്കുക, ഉയർത്തിക്കൊണ്ടുപോകുക, അതൊക്കെയാണ് ഇവിടുത്തെ അർത്ഥം. ഈ പറഞ്ഞതൊക്കെ വളരെ ക്രമമായും ചിട്ടയായും നടക്കുവാൻ പോകുന്ന കാര്യങ്ങളാണ്. മരിച്ചവർ ആദ്യം ഉയർക്കും. മരിച്ച വിശുദ്ധന്മാർ എന്ന് പറഞ്ഞാൽ പുതിയ നിയമ സഭയിലെ വിശുദ്ധന്മാർ. ഇതാ സ്തേഫാനോസ് കല്ലറയിൽ നിന്നും പുറത്തു വരുന്നു. ഒരുപക്ഷെ അവനായിരിക്കും ആ വലിയ സംഘത്തിൻ്റെ മുൻപിൽ നിൽക്കുന്നത്. കാരണം അവനായിരുന്നല്ലോ ആദ്യത്തെ രക്തസാക്ഷി. അതിന് പിന്നാലെ ഇത് അപ്പോസ്തലന്മാർ വരുന്നു. അതേ, ക്രിസ്തുവിന് വേണ്ടി ജീവൻ നൽകിയ കോടിക്കണക്കിന് വിശുദ്ധന്മാർ. ഒടുവിലായി നാം അന്ന് ജീവിച്ചിരിക്കുകയാണെങ്കിൽ നാം ആ സംഘത്തിൻ്റെ വാലറ്റത്ത് കാണും. സഭയുടെ പ്രധാന പങ്ക് മരണവാതിലിലൂടെ അകത്ത് പ്രവേശിച്ച് കഴിഞ്ഞു. അങ്ങനെ എടുക്കപ്പെടുന്നവർ കർത്താവിനോട് കൂടെ എപ്പോഴും ഇരിക്കുമെന്ന് പൗലോസ് പറയുന്നു. 18-ാം വാക്യം, ഈ വചനങ്ങൾ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ.
ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ഭീഷണിപ്പെടുത്തുവാനാണോ പൗലോസ് പറയുന്നത്? ഒരിക്കലുമല്ല. തൻ്റെ ഏറ്റവും നല്ല ആശ്വാസവചനങ്ങൾ, എൻ്റെ ബൈബിൾ പറയുന്നത് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. സാധാരണ നാം കേൾക്കാറുള്ളത് പോലെ ഈ വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിച്ചു കൊണ്ടിരിക്കുവാനല്ല, പിന്നെയോ ഈ കാര്യങ്ങൾ പഠിപ്പിക്കുകയും പ്രബോധിപ്പിക്കുകയും കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുക എന്നത്രേ. ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൻ്റെ വെളിച്ചത്തിൽ വിശ്വാസികളുടെ പ്രവർത്തനങ്ങൾ എപ്രകാരമായിരിക്കണമെന്ന് വിവരിക്കുന്നതാണ് 5-ാം അധ്യായത്തിലെ വിഷയം. ഈ ലേഖനത്തിൻ്റെ ആദ്യത്തെ അധ്യായത്തിൽ ക്രിസ്തുവിൻ്റെ പുനരാഗമനവുമായി ബന്ധപ്പെട്ട് വിശ്വാസികളുടെ മനോഭാവം എന്തായിരിക്കണമെന്ന് നാം ചിന്തിച്ചു. നമ്മുടെ മനോഭാവം പ്രവർത്തനത്തിലേക്ക് നയിക്കുന്നില്ല എങ്കിൽ ഏതോ കാര്യമായ തകരാറുണ്ട്. ക്രിസ്തുവിൻ്റെ വരവ് പ്രവർത്തനത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു പ്രത്യാശയാണ്. ക്രിസ്തുവിൻ്റെ വരവുമായുള്ള ബന്ധത്തിൽ ക്രിസ്തുവിലുള്ള ഒരു വിശ്വാസി ഉണർന്നും ജാഗ്രതയുമായി ഇരിക്കേണ്ടതാണ്. കാരണം മഹാപീഡനം എന്ന ഭയാനകമായ രാത്രിയിൽ ഒരു ക്രിസ്തു വിശ്വാസി പ്രവേശിക്കുകയില്ല. ആ സമയത്തെയാണ് കർത്താവിൻ്റെ ദിവസമെന്ന് പറഞ്ഞിരിക്കുന്നത്. യഹോവയുടെ ദിവസം ആരംഭിക്കുന്നത് ഒരു രാത്രിയോടുകൂടിയാണ്. കാരണം അങ്ങനെയാണ് ദൈവം സമയം കുറിക്കാറുള്ളത്. അങ്ങനെയാണല്ലോ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നത്. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം ദൈവം രാത്രി കൊണ്ട് ആരംഭിച്ച് പ്രകാശത്തിലേക്ക് വരുന്നു. അങ്ങനെ മഹാപീഡനം ക്രിസ്തുവിൻ്റെ തേജസ്സേറിയ 1000 ആണ്ട് വാഴ്ചയിലേക്ക് നയിക്കും. അന്ന് നീതിസൂര്യൻ തൻ്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. രോഗോപശാന്തിയോടുകൂടെ നീതിസൂര്യൻ ഉദിക്കുന്ന ആ മഹത്തായ ദിവസം യഹോവയുടെ ദിവസം എന്നുള്ളത് നാം പരിശോധിക്കേണ്ട ഒരു ശൈലിയാകുന്നു. 5-ാം അധ്യായത്തിലേക്ക് പ്രവേശിച്ച് 1-2 ചിന്തകൾ ഞാൻ നിങ്ങളുടെ മുൻപിൽ വയ്ക്കട്ടെ. 1-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. കാലങ്ങളും സമയങ്ങളും സഭയുടെ സ്വത്തല്ല. അത് ഈ ലോകത്തിനുള്ളതും ഈ ലോക ജനത്തിനുള്ളതുമാണ്. ഇസ്രായേലും ജാതികളും ആ കാലത്ത് രക്ഷിക്കപ്പെടും. സഭ ഒരു വ്യക്തിക്ക് വേണ്ടി നോക്കിപ്പാർക്കുകയാണ്. കാലങ്ങൾക്കും സമയങ്ങൾക്കും വേണ്ടിയല്ല നോക്കിപ്പാർക്കുന്നത്. 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. രാത്രിയിൽ കള്ളൻ വരും പോലെ കർത്താവായ യേശു സഭയുടെ അടുത്തേക്ക് വരുന്നു എന്നല്ല ഇവിടുത്തെ ചിന്ത. മനസ്സിലായല്ലോ? സഭ കർത്താവ് വരുവാൻ വേണ്ടി നോക്കിക്കാത്തിരിക്കുകയാണ്. നമ്മൾ പറയില്ല, കണ്ണിൽ എണ്ണയൊഴിച്ചിരിക്കുകയാണ്. നാം ഒരു കള്ളന് വേണ്ടി നോക്കിക്കാത്തിരിക്കുകയല്ലല്ലോ. കള്ളന് വേണ്ടി ഒരു കുറിപ്പെഴുതി വെച്ചിട്ട് നാം എങ്ങും പോകുകയില്ലല്ലോ. പ്രിയ കള്ളൻ, നിനക്ക് വേണ്ടി ഞാൻ പുറകിലത്തെ കതക് തുറന്നിട്ടിട്ടുണ്ട്. അലമാരിയുടെ താക്കോൽ മേശയുടെ വലത്തെ ഡ്രോയിൽ കിടപ്പുണ്ട്. അങ്ങനെ ഒരു കുറിപ്പ് സുബോധമുള്ള ആരും എഴുതി വയ്ക്കില്ല. നാം സാധാരണ വീട്ടിൽ നിന്നും എവിടെങ്കിലും പോകുമ്പോൾ സകലവും പരിശോധിക്കും. മുറിയെല്ലാം പൂട്ടും. പ്രധാന കതക് 2 താഴിട്ട് പൂട്ടും. എങ്ങനെയെങ്കിലും കള്ളനെ വീട്ടിൽ കയറ്റാതിരിക്കുവാനാണ് നാം ശ്രമിക്കാറുള്ളത്. അതുപോലെ കർത്താവായ യേശു ഒരു കള്ളനെ പോലെ തൻ്റെ സഭയിലേക്കല്ല വരുന്നത്. സഭ എടുക്കപ്പെട്ടതിന് ശേഷം കർത്താവ് ഒരു കള്ളനെ പോലെ ലോകത്തിലേക്കാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ നാൾ പെട്ടെന്ന് ഭൂമിയിലേക്ക് വരും. മഹാപീഡന കാലം എന്ന രാത്രിയോടുകൂടിയാണ് അത് ആരംഭിക്കുന്നത്. ഒടുവിലായി കർത്താവ് തന്നെ വ്യക്തിപരമായി ഈ ഭൂമിയിലേക്ക് വരും. കർത്താവിൻ്റെ നാൾ പെട്ടെന്ന് വരും. 3-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും. അവർക്ക് തെറ്റിയൊഴിയാവതുമല്ല. ആദ്യത്തെ 2 വാക്യങ്ങളിൽ നിന്നും സംബോധന മാറിയത് കണ്ടോ? ആദ്യം സഹോദരന്മാരെ എന്നും നിങ്ങൾ എന്നുമൊക്കെയാണ് നാം കാണുന്നത്. എന്നാൽ 3-ാം വാക്യത്തിൽ അവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഈ പറഞ്ഞ സമയമാകുമ്പോഴേക്കും വിശ്വാസികൾ എടുക്കപ്പെട്ട് കഴിയും. വീണ്ടും ഞാൻ പറയട്ടെ, കർത്താവിൻ്റെ നാളെന്ന് പറയുന്നത് മഹാപീഡനകാലത്തോടെ അല്ലെങ്കിൽ മഹോപദ്രവത്തോടെ ആരംഭിച്ച് ക്രിസ്തുവിൻ്റെ സഹസ്രാബ്ദ വാഴ്ചയിലൂടെ കടന്നു പോകുന്ന ഒന്നായിരിക്കും. ഇതേക്കുറിച്ച് പറയുന്ന അനേകം വേദഭാഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് യെശയ്യാ പ്രവചനം 12-ാം അധ്യായത്തിലും 13-ാം അധ്യായത്തിലും ദൈവം എങ്ങനെയാണ്
സമൂഹത്തിന്മേലും ഭരണകൂടങ്ങളിന്മേലും സൈന്യത്തിന്മേലും കച്ചവടത്തിന്മേലും മനുഷ്യൻ്റെ നിഗളത്തിന്മേലും മതത്തിന്മേലും ന്യായവിധി നടത്തുന്നത് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. യെശയ്യാപ്രവചനം 13 അധ്യായത്തിൻ്റെ 9 വാക്യത്തിൽ നാം വായിക്കുന്നത്, ദേശത്തെ ശൂന്യമാക്കുവാനും പാപികളെ അതിൽ നിന്ന് മുടിച്ചു കളവാനും യഹോവയുടെ ദിവസം ക്രൂരമായിട്ടും ക്രോധത്തോടും അതികോപത്തോടും കൂടെ വരുന്നു. ഒരു കോപ ദിവസമായിട്ടാണ് അത് ആരംഭിക്കുന്നത്. 10 വാക്യത്തിൽ നാം വായിക്കുന്നത്, ആകാശത്തിലെ നക്ഷത്രങ്ങളും നക്ഷത്ര രാശികളും പ്രകാശം തരികയില്ല, സൂര്യൻ ഉദയത്തിങ്കൽ തന്നെ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം നൽകുകയുമില്ല. യോവേൽ പ്രവചനത്തിൽ നാം വായിക്കുന്നത് അതിൻ്റെ 1 അധ്യായത്തിൻ്റെ 15 വാക്യത്തിൽ, യോവേൽ 1:15, ആ ദിവസം അയ്യോ കഷ്ടം, യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു, അത് സർവശക്തൻ്റെ പക്കൽ നിന്ന് സംഹാരം പോലെ വരുന്നു. പ്രവാചകൻ 2 അധ്യായത്തിൽ അതിനെ ഇരുട്ടും അന്ധകാരവും ഉള്ളൊരു ദിവസവും മേഘവും കൂരിരുട്ടുമുള്ളൊരു ദിവസവും ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിൽ കർത്താവിൻ്റെ നാളിനെക്കുറിച്ച് നമുക്ക് നൽകിയിരിക്കുന്ന ചിത്രം അതത്രേ. യഹോവയുടെ നാൾ മഹോപദ്രവത്തോടെ ആരംഭിച്ച് ക്രിസ്തുവിൻ്റെ സഹസ്രാബ്ദ വാഴ്ചയിലൂടെ പോകുന്ന ഒന്നത്രേ. പഴയ നിയമത്തിലൊരു ചിന്താവിഷയം അതാണ്. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും എന്ന് നമ്മൾ വായിച്ചല്ലോ. ലോകത്തിനത് അറിയാതിരുന്ന ആ സമയത്തുണ്ടാകുന്ന ഒരു വലിയ സംഭവമായിരിക്കും. അവർ ഒരിക്കലും അത് പ്രതീക്ഷിക്കുന്നില്ല. ലോകം ഒരു വലിയ സമാധാനത്തിൻ്റെ കാലയളവിൽ പ്രവേശിക്കാമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുമ്പോൾ അവർ അറിയാതെ തന്നെ വലിയ ഉപദ്രവത്തിൻ്റെ പീഡനത്തിൻ്റെ അവസ്ഥയിലേക്ക് അവർ വീഴുകയാണ്. ലോകം ഇന്നോളം കണ്ടിട്ടുള്ളതിലേക്കും വലിയ യുദ്ധവും ഈ പറഞ്ഞ സമയത്തായിരിക്കും ഉണ്ടാകുന്നത്. അത് അവരുടെ മേൽ രാത്രിയിൽ കള്ളം വരുന്നത് പോലെ വന്നു വീഴും. സമാധാനത്തിനായി എല്ലാ ക്രമീകരണങ്ങളും എല്ലാം ക്രമീകരിച്ചിരിക്കുന്ന മനുഷ്യന് വരുന്നത് ഉപദ്രവമാണ്, പീഡനമാണ്, മഹാകഷ്ടമാണ്. ദൈവത്തിൻ്റെ വചനം കൃത്യമായി വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നത് കർത്താവിൻ്റെ വരവിങ്കൽ ഇത് സംഭവിക്കുമെന്നാണ്. അവൻ്റെ വരവിനായി ഒരുങ്ങി കാത്തിരിക്കുക എന്നാണ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിങ്ങളെ ഓരോരുത്തരെയും അതിനായി ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മരണമായാലും അതല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ 2ാം വരവായാലും ഒരുപോലെ ഒരു ക്രിസ്തു വിശ്വാസിയെ സന്തോഷിപ്പിക്കുന്ന വിഷയങ്ങളാകുന്നു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നുവെന്ന് വിശുദ്ധ പൗലോസ് പറയുവാൻ കാരണം വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുന്നത് അത്യുത്തമമാകുന്നു എന്നുള്ള തൻ്റെ തിരിച്ചറിവാണ്. നമ്മുടെ പ്രത്യാശയെക്കുറിച്ച് ഉറപ്പുള്ളവരായി തീരുവാൻ ഈ പഠനം നമ്മെ സഹായിക്കട്ടെ.